മാണി സാറിന് കേരളത്തിൻ്റെ അന്ത്യാഞ്ജലി. കെ മാണിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ജന്മനാട്ടിലേക്ക് ആയിരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പാലായിലെ വസതിയിൽ AICC പ്രതിനിധികളായ മുകുൾ വാസ്നിക്, KC വേണുഗോപാൽ എന്നിവർ അന്ത്യോപചാരം അർപ്പിച്ചു. 2 മണിവരെ വസതിയിൽ പൊതുദർശനം തുടരും. 3 മണിക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. പാലായിൽ നിന്ന് ശ്രീത് ചേർന്നു. ശ്രീത്, എങ്ങനെയാണ് ജന്മനാട് അദ്ദേഹത്തിന് യാത്രാമൊഴി ഗോപി, വേദനയോടുകൂടി തന്നെ ജന്മനാട് KM മാണിക്ക് യാത്രാമൊഴി ചൊല്ലുകയാണ്. നിരവധി പേരാണ് ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, KM മാണിക്ക് പാലയിലെ ഓരോ വീടുകളുമായുള്ള ബന്ധം, അവിടുത്തെ വിശേഷങ്ങളിലെല്ലാം പങ്കെടുത്തിരുന്ന ഒരു നേതാവ് കൂടിയാണ് KM മാണി. അതുകൊണ്ട് തന്നെ അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ അന്തിമ യാത്രാമൊഴി നൽകുന്നതിനായി പാല ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. പ്രമുഖരായ നിരവധി നേതാക്കളും ഇവിടെ KM മാണിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. AICC പ്രതിനിധിയായി മുകുൾ വാസ്നിക്കും KC വേണുഗോപാലും എത്തി. ഇവർ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പുഷ്പചക്രവും അർപ്പിച്ചു. ധനമന്ത്രി തോമസ് ഐസക് രാവിലെ എത്തി KM മാണിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. സിനിമാ താരം മമ്മൂട്ടി, മുൻമന്ത്രി KP മോഹനൻ, R ബാലകൃഷ്ണപിള്ള, സിനിമാ താരങ്ങളായ രഞ്ജി പണിക്കർ, സംവിധായകൻ ഭദ്രൻ തുടങ്ങിയവരും ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇവിടേക്ക് നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, വിവിധ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ 7 മണിയോടെയാണ് വിലാപയാത്ര കോട്ടയത്തു നിന്നും 7 മണിയോടുകൂടിയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. മരങ്ങാട്ട് പള്ളിയിലെ സ്വദേശത്ത് പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇവിടേക്ക് എത്തിയത്. എന്തായാലും 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ പറഞ്ഞിരിക്കുന്നത്. 2 മണിയോടുകൂടി പ്രത്യേക ശുശ്രൂഷ പ്രാർത്ഥനകൾ ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ 3 മണിക്ക് പാലാ കത്തീഡ്രൽ പള്ളിയിൽ സംസ്കാരം നടക്കും. ഗോപി, ശ്രീതാണ് വിവരങ്ങൾ നൽകിയത്. മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നടൻ മമ്മൂട്ടി പാലയിലെ വസതിയിലെത്തിയാണ് മമ്മൂട്ടി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. പക്ഷേ പ്രായത്തെ അതിജീവിക്കുന്ന ഒരു ഊർജ്ജം ഉണ്ടായിരുന്നത് മാണിസാറിൻ്റെ പ്രായം എപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. ഇത്രത്തോളം ജീവിതത്തോട് വളരെ യൗവനമുള്ള ഒരു സമീപനമുള്ള ആളായിരുന്നു. ഇതുപോലെ ഇത്രയും ചരിത്രമുള്ള ഒരു MLA എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിലേക്ക് ഇത്രയും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് മാണിസാർ ഒരു വലിയ ഓർമ്മയാണ്. മാണിസാറിൻ്റെ വിടവായിട്ട് തന്നെ നിലനിൽക്കും. അദ്ദേഹത്തിന് ഒരു നഷ്ടം തന്നെയാണ്.